ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സാഗറും സുജുവും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണി നല്ല കുട്ടിയൊക്കെ തന്നെയാണ്, പക്ഷേ അവൾക്കൊരിക്കലും നമ്മുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ യോഗ്യതയില്ല. മാത്രമല്ല, അവളെല്ലാം നമ്മുടെ മരുമകൾ, അത് മാനസ തന്നെയായിരിക്കും. അത് നമ്മൾ അവൾക്ക് കൊടുത്തിട്ടുള്ള വാക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. സുജുവിനും സാഗറിനും പേഴ്സണലി എന്തായാലും കൺമണിയെ ഒത്തിരി ഇഷ്ടമാട്ടോ. പക്ഷേ നിവർത്തികൾ കൊണ്ട് എന്താ ഇങ്ങനെ സംഭവിക്കുക ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൃഷ് വീട്ടിലേക്ക്, അതായത് ദേവ്ജിയുടെ വീട്ടിലേക്ക് വരുന്നു. ആ സമയം ദേവ്ജി പറയുന്നുണ്ട്, കൃഷ് എത്രയും പെട്ടെന്ന്, ഇനിയൊരു സമയം വേസ്റ്റ് ചെയ്യാനില്ല, പെട്ടെന്ന് തന്നെ കൺമണിയെ കൊണ്ട് ഇവിടുന്ന് വേറെ പോകണമെന്ന് പറയുന്നു. എന്താ മാറി താമസിക്കാനോ, എന്താ ദേവ് സാറി പറയുന്നത്? ഞാനൊരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ 2 പേരും കൂടി പോകണം, ഇനി അവിടെ കുറച്ച് ദിവസം നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും കാണിക്കുന്നത് മാനസയും അതുപോലെ ഹേമയാണ് കേട്ടോ. അവർ തിരിച്ച് പോവുകയാണ്. അപ്പോഴത്തേനും ഞങ്ങൾ പോവുകയാണെന്നുള്ളത് ചേച്ചിയോട് പറയുന്നു. നിങ്ങളല്ല പോവേണ്ടത്, അവൾ കൺമണിയാണ്, നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് പോവരുത്, നമ്മുടെ ശത്രു കൃഷല്ല, അത് കൺമണിയാണ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കണം എന്നും പറയാം കേട്ടോ. പിന്നീട് കാണിക്കുകയാണ് നമ്മുടെ വരുണിനെയും അതുപോലെ അനിരുദ്ധൻ സാറേയും. അതുപോലെ അനിരുദ്ധൻ വരുണിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കൺമണിയുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ധനലക്ഷ്മി പറയുന്നുണ്ട്, എന്താ സാർ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേനും, ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ സുഖമായിട്ട് താമസിക്കാനൊന്ന് വന്നതാണെന്ന് പറയുന്നു. ഇപ്പം കൺമണിയുടെ വീട്ടിലാണല്ലോ വീടും സ്ഥലവും, അതുകൊണ്ട് തന്നെ കൺമണി ഭാര്യ എന്ന നിലയിൽ വരുൺ വന്നിരിക്കണം. എന്തായാലും അവിടെ ഒരിക്കലും വരുണിനെ താമസിക്കാൻ സമ്മതിക്കില്ല. പിന്നീട് കൃഷ്ണയും കൺമണിയായിട്ടോ കാണിക്കുന്നത്, അവരെന്തായാലും ദേവ്ജിയോട് യാത്ര പറഞ്ഞു. ദേവ്ജിയാണെങ്കിലോ മനസ്സറിഞ്ഞ് അവർ 2 പേരെയും യാത്ര അയക്കുകയാട്ടോ ചെയ്യുന്നത്. എന്തായാലും കൺമണി കൃഷും ഇനി നല്ലൊരു ജീവിതത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ഇവരുടെ നിരപരാധിത്വം തെളിയുന്ന ആ നിമിഷം എന്തായാലും അവർ സ്വന്തം തിരിച്ചു വരും. അതോടുകൂടി തന്നെ ദേവ്ജി അവരെ സേഫ് ആക്കാൻ നോക്കണം. ഇപ്പോൾ ഈ കലഹത്തിനിടയിൽ അവരിപ്പോൾ നിൽക്കാനായിട്ട് പാടില്ല, അത് മനസ്സിലാക്കി തന്ത്രപൂർവ്വം മാറ്റാട്ടോ ചെയ്യുന്നത്. എന്തായാലും കൺമണിക്കും കൃഷ്ണനും നല്ലൊരു ജീവിതമായിട്ടോ ഇനി കിട്ടാനായിട്ട് പോകുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്നു. നാളെ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.